മോശമായ കമന്റുകൾ പലരും ഹണിറോസിന്റെ പോസ്റ്റിൽ ഇട്ടിരുന്നു, ഞാനും കണ്ടിരുന്നു. അത് വളരെ വിഷമമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയിരുന്നത്. പക്ഷേ അവിടെ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഞാൻ 2 പ്രാവശ്യമാണ് ഇവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. 2 പ്രാവശ്യം ഓഫ് കോഴ്സ് അവരൊരു ഫെയിം ആയതുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസിന് വേണ്ടി അവരെ ക്ഷണിച്ചു. നമ്മൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അവരെ കുന്തി ദേവി എന്ന് ഞാൻ ഉപമിക്കുകയുണ്ടായി. പക്ഷേ അതിപ്പോ കുറെ മാസങ്ങളായി അതൊക്കെ. പക്ഷെ അതില് മോശമായ വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ കുന്തി ദേവി എന്ന് ഞാൻ പറയുമ്പോൾ ബോച്ചെ അങ്ങനെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക വേറെ തരത്തിൽ എന്ന് പറഞ്ഞ് പലരും കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇതുവരെ മോശമായ, വളരെ മര്യാദയോടുകൂടി വളരെ ഇതിലുമാണ് പെരുമാറിയിട്ടുള്ള. അവരും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടൊരു വ്യക്തി വൈരാഗ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ 2 പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഉദ്ഘാടനത്തിന് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, അവര് ഇനാഗ്രേഷൻ ആയിരുന്നു എന്നല്ലാതെ അപ്പോഴും കണ്ടിരുന്നു. വളരെ വർത്താനമൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായി കാണും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാക്കെടുത്തുകൊണ്ട് പലരും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പലരുടെ അടുത്തും ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ പറയാറുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനിയിപ്പോ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ വിഷമിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോവുകയില്ല. അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും വളരെ ഫ്രണ്ട്ലി ആണ്, ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോവാത്ത ആളാണ്. ഇടയ്ക്ക് ഇതുപോലെയുള്ള തമാശകളൊക്കെ പറയും, എല്ലാവർക്കും അറിയുന്നതാണ്. വേറെ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ അതിന് ആരെയും മോശമാക്കാൻ ഒരിക്കലില്ല. ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരെ ക്ഷണിച്ചിട്ടുള്ളതാണ്. അവർ വന്നിട്ട് നമ്മൾ ഭംഗിയായിട്ട് അത് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട്